ഹലോ ഡിയേഴ്സ്, ചാന്ദ്രദിന ക്വിസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മക്കൾ മുഴുവനായിട്ട് കാണുക, നന്നായിട്ട് പഠിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1972 അപ്പോളോ ദൗത്യത്തിനു ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കാനുള്ള നാസയുടെ നേതൃത്വത്തിലുള്ള ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേരെന്ത്? ആൻസർ ആർട്ടിമിസ്. 2. ആർട്ടിമിസ് 2 ദൗത്യത്തിലെ സഞ്ചാരികൾ ആരെല്ലാം? ക്രിസ്റ്റീന കോക്ക്, വിക്ടർ ഗ്ലോവർ, ജെർമി ഹാൻസൺ, റീഡ് വൈസ്മാൻ. ആർട്ടിമിസ് 1ഉം ആർട്ടിമിസ് 2ഉം ബഹിരാകാശത്ത് പോയി തിരിച്ചു വന്നിട്ടുണ്ട്. ആർട്ടിമിസ് 2ൻ്റെ ഭാഗമായിട്ട് ഈ സഞ്ചാരികൾ ചന്ദ്രൻ്റെ മറുവശത്തു കൂടി സഞ്ചരിച്ചിട്ടുണ്ട്. ഭൂമിയിൽ നിന്നും ഏറ്റവും ദൂരം സഞ്ചരിച്ചവരെന്നുകൂടി ഇവരറിയപ്പെടുന്നുണ്ട്. ഈ പേര് മക്കൾ ഓർത്തു വെക്കണം കേട്ടോ. 2028 മനുഷ്യനെ ചന്ദ്രോപരിതലത്തിൽ ഇറക്കുന്ന നാസയുടെ ദൗത്യമേത്? ആൻസർ ആർട്ടിമിസ് 4. മക്കളെ, കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അക്ഷരമുറ്റം, CH പ്രതിഭ തുടങ്ങിയ ക്വിസ് വീഡിയോസിൽ കൂടുതൽ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്താം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ക്വിസ് വീഡിയോസും നൽകുന്നുണ്ട്. മക്കൾ ചോദ്യങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുക, അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിയ ആദ്യ വനിതയാര്? ആൻസർ ക്രിസ്റ്റീന കോക്ക്. ബഹിരാകാശത്തെത്തിയ രണ്ടാമത്തെ ഇന്ത്യക്കാരനാര്? ശുഭാംശു ശുക്ല. ISSലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാര്? ആൻസർ ശുഭാംശു ശുക്ല. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യൻ പദ്ധതിയുടെ പേരെന്ത്? ആൻസർ ഗഗൻയാൻ. ദേശീയ ബഹിരാകാശ ദിനം എന്ന്? ആഗസ്റ്റ് 23. ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഹ്യൂമനോയിഡ് റോബോട്ടിൻ്റെ പേരെന്ത്? ആൻസർ വ്യോമമിത്ര. 10. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ആൻസർ വി നാരായണൻ. 11. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യം ഏത്? ആൻസർ ചന്ദ്രയാൻ 1. ചന്ദ്രനിൽ വെള്ളമുണ്ടെന്ന് ചന്ദ്രയാൻ 1 കണ്ടെത്തിയ വർഷം? ആൻസർ 2009. 13. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏത്? ആൻസർ ചന്ദ്രൻ. ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യത്തിന് ചന്ദ്രയാൻ എന്ന് പേര് നിർദ്ദേശിച്ചത് ആര്? ആൻസർ AB വാജ്പേയി, അടൽ ബിഹാരി വാജ്പേയി. ആദ്യമായി ചന്ദ്രനിൽ നാട്ടിയ പതാക ഏത് രാജ്യത്തിൻ്റേതാണ്? ആൻസർ അമേരിക്ക. 16. ചന്ദ്രനിൽ പതാക നാട്ടുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ. ചന്ദ്രനിലേക്കുള്ള എത്രാമത്തെ ദൗത്യമാണ് ചന്ദ്രയാൻ 1? ആൻസർ 68ാമത്തെ. ചന്ദ്രനിൽ ഇറങ്ങിയ പ്രായം കുറഞ്ഞ വ്യക്തി ആര്? ചാൾസ് ഡ്യൂക്ക്. ചന്ദ്രനിൽ ഇറങ്ങിയ പ്രായം കൂടിയ വ്യക്തി ആര്? ആൻസർ അലൻ ഷെപ്പേർഡ്. 20. ചന്ദ്രനിലെ പൊടിപടലങ്ങളെക്കുറിച്ച് പഠിക്കാൻ നാസ 2013 വിക്ഷേപിച്ച പേടകം ഏത്? ആൻസർ ലാഡി. അവസാനമായി ചന്ദ്രനിൽ ഇറങ്ങിയ മനുഷ്യനാര്? ആൻസർ യൂജിൻ സെർനാൻ. ഇന്ത്യയുടെ ചൊവ്വ ദൗത്യമേത്? മംഗൾയാൻ. ഇതുവരെ എത്ര പേർ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട്? ആൻസർ 12. 24. ലോകത്തിലെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത്? സ്പുട്നിക്. ബഹിരാകാശ യാത്രികർ പോകുവാനും തിരികെ വരുവാനും ഉപയോഗിക്കുന്ന വാഹനം ഏത്? ആൻസർ സ്പേസ് ഷട്ടിൽ. 26. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ തുമ്പ. ഇത് തിരുവനന്തപുരം ജില്ലയിലാണ്. ചന്ദ്രോപരിതലത്തിൽ താഴ്ചയുള്ള നിരപ്പായ പ്രദേശങ്ങൾക്ക് പറയുന്ന പേരെന്ത്? ആൻസർ മരിയ. 28.
ചന്ദ്രനിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയുടെ പേരെന്ത്? ലീബിനിറ്റ്സ്. ഒരു മാസത്തിലുണ്ടാകുന്ന രണ്ടാമത്തെ പൂർണ്ണ ചന്ദ്രൻ അറിയപ്പെടുന്നത്? ആൻസർ ബ്ലൂ മൂൺ. ചന്ദ്രയാൻ 1 നിന്നും നമ്മുടെ ദേശീയ പതാകയുമായി ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയ ഉപകരണത്തിൻ്റെ പേരെന്ത്? ആൻസർ മൂൺ ഇമ്പാക്റ്റ് പ്രോബ്. 31. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് ഏത്? ആൻസർ നെക് അപ്പാച്ചെ. 32. സമുദ്ര പഠനങ്ങൾക്കുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏത്? ഓഷ്യൻ സാറ്റ്. ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? ആൻസർ ആപ്പിൾ. 34. പുലിക്കെട്ട് തടാകത്തെയും ബംഗാൾ ഉൾക്കടലിനെയും വേർതിരിക്കുന്നത്? ആൻസർ ശ്രീഹരിക്കോട്ട. ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുതേത്? ആൻസർ ഒളിമ്പസ് മോൺ. ഭൂപടങ്ങൾ തയ്യാറാക്കാനുള്ള ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹം ഏത്? കാർട്ടോസാറ്റ്. 38. ഇന്ത്യയുടെ കേപ്പ് കന്നഡി ഏതാണ്? ആൻസർ ശ്രീഹരിക്കോട്ട. കൽപ്പന 1 എന്ന ഉപഗ്രഹത്തിൻ്റെ പഴയ പേരെന്താണ്? ആൻസർ മെറ്റ്സാറ്റ്. ബഹിരാകാശത്ത് പോയ പ്രായം കൂടിയ വ്യക്തി ആര്? ആൻസർ ജോൺ ഗ്ലൈൻ. 41. റോബോട്ടിക് വാഹനവുമായി ചന്ദ്രനിൽ ഇറങ്ങിയ ചൈനയുടെ പേടകം ഏത്? ആൻസർ ചാങ് 3. ചാങ് 3 ഉണ്ടായ റോബോട്ടിക് വാഹനത്തിൻ്റെ പേരെന്ത്? ആൻസർ U2. ചന്ദ്രനിൽ റോബോട്ടിക് വാഹനം ഇറക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ചൈന? ആൻസർ 3. ചാങ് 3 ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേരെന്ത്? ആൻസർ മഴവിൽ പ്രദേശം. ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? രോഹിണി. ചൈനയിലെ ബഹിരാകാശ സഞ്ചാരികൾക്ക് പറയുന്ന പേരെന്ത്? തായ്ക്കൊനട്ട്. ചന്ദ്രൻ ഭൂമിയോട് അടുത്തു വരുന്നതിനെ പറയുന്ന പേരെന്ത്? ആൻസർ സൂപ്പർ മൂൺ. പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രങ്ങളെ പറയുന്ന പേരെന്ത്? ആൻസർ സൂപ്പർനോവ. ഫസ്റ്റ് മെൻ ഓൺ മൂൺ എന്ന കൃതിയുടെ കർത്താവാര്? ആൻസർ H.G. വെൽസ്. ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഭൂമിയിലെ മനുഷ്യനിർമ്മിത വസ്തു ഏത്? ആൻസർ ചൈനയിലെ വൻമതിൽ. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.